അതിൽ marriage is a contract between the husband and wife. Any child who is born in the legal pendency of this contract is considered positively as the child of the husband. ഇതാണ് അതിൻ്റെ നിയമവും. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിവാഹമെന്ന കോൺട്രാക്റ്റ് ഒപ്പിട്ട് 90 ദിവസം കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് നള്ളല്ല, വോയിഡല്ല, കോൺട്രാക്റ്റ് ഇൻ സിറ്റു ആണ്. ആ കോൺട്രാക്റ്റ് അനുസരിച്ച് 90 ദിവസം കഴിഞ്ഞ് 91ാമത്തെ ദിവസം ഭാര്യ പ്രസവിച്ചാൽ ആ കുഞ്ഞിന്റെ പിതാവ് താൻ തന്നെ ആയിരിക്കുമെന്നാണ് ആ കോൺട്രാക്റ്റിലൂടെ ഇയാൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ആസ് പെർ ലോ. യുക്തിവാദി ഒപ്പിടുന്നത് ഇതിനകത്താണ്. സംശയിക്കൊന്നും വേണ്ട. ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത്. ഒപ്പിടുന്നതിന് മുമ്പ് വായിച്ചില്ല. ഒപ്പിട്ടില്ലെങ്കിൽ അത് വിവാഹമല്ല. അവിടെ നിയമം ഇതാണ്. അപ്പോ ഇതാണ്. അപ്പോ സാക്രമെന്റ് എന്ന നിലയിൽ പവിത്രത അംഗീകരിക്കുന്ന വിവാഹബന്ധത്തിൽ ഭർത്താവ് വാനപ്രസ്ഥത്തിന് പോകാൻ തുടങ്ങുമ്പോൾ, സന്യാസത്തിന് പോകാൻ തുടങ്ങുമ്പോൾ ഭാര്യമാരെ വിളിച്ച് സ്വത്ത് പങ്കുവയ്ക്കുന്നതിലൂടെ അവർ തമ്മിലുള്ള ബന്ധം തീർക്കും. മറ്റേ ബന്ധം തീരില്ല. അങ്ങനെ ബന്ധം തീർക്കുന്ന ഒരു രംഗമാണ് ഈ ബ്രാഹ്മണത്തിലത്. യാജ്ഞവൽക്യൻ ഭാര്യയായ മൈത്രേയിയെ വിളിച്ചു. നീയും കാത്യായനിയും തമ്മിലുള്ള ബന്ധം ഞാനിവിടെ തീർക്കാൻ പോവുകയാണ്. എൻ്റെ സ്വത്ത് പങ്കുവെച്ച് തരികയാണ്. സ്വാഭാവികമായൊരു കുടുംബിനി ആ വിവരമറിയുമ്പോഴേ എത്ര കിട്ടും, മറ്റവൾക്ക് എത്ര കൊടുക്കും, തനിക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ അവൾ അടിച്ചു മാറ്റുമോ, ഇതൊക്കെയാണ് ചിന്തിക്കുക. അല്ലേ? ഈ കുടുംബജീവിതത്തിലെ അന്വേഷണം അതല്ല. അതുകൊണ്ടാണിത് ഔപനിഷദികമായത്. ലക്ഷം കണക്കിന് കുടുംബങ്ങളുണ്ടാവും. പക്ഷെ യാജ്ഞവൽക്യന്റെ കുടുംബം ഇത്രയും സംവത്സരങ്ങൾക്ക് ശേഷവും നമ്മളുടെ മസ്തിഷ്കത്തിനൊരു പര്യാലോചനയ്ക്ക് വിശേഷമാകുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. മൈത്രേയി ചോദിച്ചത്, അങ്ങ് ഈ സ്വത്തിനെ പറ്റി പറയുന്നു, ഈ ധനം കൊണ്ട് എനിക്ക് അമൃതത്വം ഉണ്ടാകുമോ? അങ്ങിതൊക്കെ ഇട്ടിട്ട് പോവാണ്. ഒരുത്തൻ അവൻ്റെ ധനമെല്ലാം വേണ്ടാന്ന് വെക്കുന്നത് അതിലുള്ള പ്രയോജനം 100% ഇല്ല എന്ന് ബോധ്യമാവുമ്പോഴാണ്. ശരിയാണ്. രാപകല് പടിഞ്ഞാറൻ നാടുകളിൽ പോയി വെയിൽ കൊണ്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി, കാശാണ് ഈശ്വരനെന്ന് വിചാരിച്ച് പണിയെടുത്ത് ബംഗ്ലാവും വെച്ച് ഒരു ദിവസം ഇത് കൊണ്ടുപോയി ഗുരുവായൂരപ്പന് കൊടുക്കുമ്പോൾ മേടിക്കാനും, ഇത് കൊണ്ടുപോയി സ്വാമി നിർമ്മലാനന്ദയ്ക്ക് കൊടുത്തിട്ട് ഇത് മുഴുവൻ അങ്ങ് തരിക, സ്വാമി എടുത്തു, ഞാനൊന്ന് രക്ഷപ്പെടാൻ പോവാണെന്ന് പറഞ്ഞൊരുത്തം പോയാൽ കൈവീട്ടി മേടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനേക്കാൾ എത്ര ഞാൻ അധപ്പതിക്കണം? ചോദ്യം മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല. ഇനി ബാക്കി നിങ്ങൾക്ക് ചിന്തിക്കാം. സബ്ജക്റ്റ് ഞാൻ അതിൽ കൂടുതൽ നീട്ടുന്നത് ഉചിതമാവില്ല. അതുകൊണ്ട് അത് നിങ്ങളുടെ തലയ്ക്ക് തന്നെ ഇരിക്കട്ടെ. ബാക്കി നമുക്ക് വിഷയത്തിലേക്ക് വരാം. മൈത്രേയി ചോദിച്ചത് ഒറ്റ ചോദ്യമാണ്, ഈ ധനം കൊണ്ട് എനിക്ക് അമൃതത്വം ഉണ്ടാകുമോ?
സത്യസന്ധനായ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഒരിക്കലുമില്ല. ഇത് നിങ്ങൾക്ക് ബൃഹദാരണ്യകത്തിൻ്റെ ഈ ബ്രാഹ്മണത്തിൽ കാണാം. പോരെങ്കിൽ ബൃഹദാരണ്യകത്തിൽ നിന്ന് ഈ വസ്തു ഉദ്ധരിച്ച് ശങ്കരൻ വിവേക ചൂടാമണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അമൃതത്വസ്യ നാശാസ്തി വിത്തേനേത്യേവ ഹി ശ്രുതി. ശ്രുതി ബൃഹദാരണ്യകം പറയുന്നു, അമൃതത്വത്തിനുള്ള ആശ പോലും ധനം കൊണ്ടുണ്ടാവില്ല. ധനം അമൃതത്വവുമായി ബന്ധമുള്ളതല്ല. ധനമുള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ ഇത് സംഭാവ്യമല്ല എന്നാണ് അർത്ഥം. ഇപ്പം ധനവുമായി ഇതിന് ബന്ധമില്ല എന്നുള്ളതാണ്. ഇനി ധനത്തെക്കുറിച്ചും ഭാരതീയനൊരു ചിന്തയുണ്ട്. ധനവാനെ നിങ്ങൾ കണക്കാക്കുന്നതും ഭാരതീയർ കണക്കാക്കുന്നതും രണ്ട് തരത്തിലാണ്. എനിക്ക് അമേരിക്കയിൽ ഇപ്പോൾ ഒരു 6 ആശ്രമവും അവിടെ എല്ലാം കൂടി ഒരു $600 കോടി സ്വത്തുമുണ്ട്. ജർമ്മനിയിൽ ഈയിടെ പോയി ഒരു വലിയ ആശ്രമവും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്വിസ് ബാങ്കിൽ കണക്കറ്റ് പണം കിടപ്പുണ്ട്, യജ്ഞങ്ങൾ, യാഗങ്ങൾ, പരിപാടികളൊക്കെ ആയിട്ട്. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ആശ്രമങ്ങളുണ്ട്, കേരളത്തിലും കുറേയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഓട്ടോറിക്ഷയിൽ അറിയാതെ കയറിപ്പോയാൽ 5 രൂപയ്ക്ക് ഞാൻ അവനോട് കണക്ക് പറയുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ എല്ലാ കാര്യത്തിനും കണക്ക് പറഞ്ഞ് 1 രൂപയായാലും 2 രൂപയായാലും ആർത്തിയോടെ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള എന്നെ ലോകം വിളിക്കുക കോടീശ്വരൻ എന്നാണ്, ഭാരതീയ പൗരാണികർ വിളിക്കുക ദരിദ്രൻ എന്നാണ്. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ചെപ്പിൽ ഇനി എത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ ദാരിദ്ര്യമാണ് മാനസികമായി നിങ്ങളിൽ പ്രബലമായി കാണുക. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ സംതൃപ്തി അല്ലുണ്ടാവുക. ഒരു മനുഷ്യൻ്റെ ധനത്തെ കണക്കാക്കേണ്ടത് അവൻ ഇനി സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ നിർവചനമൊന്നും നിങ്ങൾക്ക് പഥ്യമാവുമെന്ന് തോന്നില്ല. സതു ഭവതി ദരിദ്രോ യസ്യ തൃഷ്ണ വിശാല. ആ തൂ എന്ന നിപാതവും ശ്രദ്ധിക്കണം. തൃഷ്ണ എത്രയുണ്ടോ അത്രയും ദാരിദ്ര്യമാണുള്ളത് എന്നാണ് ആ ഭാഗത്തിൻ്റെ അർത്ഥം. തൃഷ്ണ വിശാലമായവൻ ദരിദ്രനാണ്. കയ്യിലിരിക്കുന്നത് കണക്കാക്കണ്ട. മനസ്സിലായില്ല? എനിക്ക് 5 രൂപയുടെ തൃഷ്ണയാണുള്ളത്. 50 കോടി രൂപ കയ്യിലുണ്ട്. അപ്പുറത്തൊരുത്തൻ്റെ കയ്യിൽ 5 രൂപയേ ഉള്ളൂ. അവൻ അതെടുത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വിധം സമ്പന്നനാണ്. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ ദരിദ്രനും അവൻ സമ്പത്തുള്ളവനുമാണ്. ഭാരതീയ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിലുള്ള അന്തരം സ്പഷ്ടമായതാണ്. ഇത് മനസ്സിലാവുമെങ്കിലാണ് ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക. മറ്റേ നിങ്ങളുടെ പുതിയ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഈ ചിന്തയ്ക്ക് വലിയ പ്രസക്തിയില്ല. സ്വാമി ഒരു വണ്ടിയിൽ അവിടെ വന്നിറങ്ങി 50 പൈസയ്ക്ക് അവനുമായിട്ട് അടിയുണ്ടാക്കുകയാണ്. അത് കണ്ടുകൊണ്ട് മുറ്റം തൂക്കുന്ന ഒരു സ്ത്രീ കണ്ട് എളിയുന്ന 1 രൂപ എടുത്ത് അവന് കൊടുത്ത് പ്രശ്നം തീർത്ത് അവരെ വിടുന്നു എങ്കിൽ മനസ്സിലായില്ല. അവക്ക് തൃഷ്ണ കുറവും എനിക്ക് തൃഷ്ണ കൂടുതലുമാണ്. മനസ്സിലായില്ല? തൃഷ്ണയെ ആസ്പദമാക്കിയാണ് സമ്പത്തും ദാരിദ്ര്യവും ഭാരതീയർ നിർവചിക്കുക. അത്രയെങ്കിലും മനസ്സിലായി? ആ നിർവചനത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ തൃഷ്ണ ഉള്ളപ്പോൾ അമൃതത്വം കിട്ടില്ല. മനസ്സിലായി? മൂഢ
ജഹീഹി ധനാഗമ തൃഷ്ണാം എന്ന് ശങ്കരൻ മോഹമുദ്ഗരത്തിൽ. അപ്പം അതുകൊണ്ട് ഇവിടെ അമൃതത്വത്തിനുള്ള ആശ പോലും നിനക്ക് കിട്ടില്ല മൈത്രേയി എന്ന് വളരെ ഭംഗിയായി പറഞ്ഞു. ധനം കൊണ്ട് മരണമില്ലാത്ത നില വരുമെന്ന് നീ ആശിക്കണ്ട. അങ്ങനെയെങ്കിൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? അങ്ങയ്ക്ക് വശമായ ജ്ഞാനം മതി എനിക്ക് എന്നാണ് യാജ്ഞവൽക്യനോട് ഭാര്യയായ മൈത്രേയി പറഞ്ഞത്. യാജ്ഞവൽക്യനൊന്ന് പ്രശംസിച്ചു ഭംഗിയായി. പ്രിയ, പ്രിയതര, പ്രിയതമ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. സംസ്കൃതത്തിന് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ, ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ്, അങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. കേട്ടിട്ടുണ്ടാവും അത്. കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, പോസിറ്റീവ് ഡിഗ്രി. ഇവിടെ വിളിച്ചത് പ്രിയതമയെന്നാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് എന്നും ഇപ്പോൾ എനിക്ക് അധികം പ്രിയമുള്ളവളായിരിക്കുന്നു. കാരണം നീ എന്നോട് ചോദിക്കേണ്ടത് ചോദിച്ചിരിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്ന പോലല്ല നീ ചെയ്തത്. അതുകൊണ്ട് നിന്നെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. മൈത്രേയി, പ്രേമമെന്നാൽ എന്തെന്ന്, അതിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് നിനക്കറിയാമോ? എന്താണ് പ്രേമം എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭർത്താവിന് വേണ്ടിയല്ല ഭർത്താവ് പ്രിയങ്കരനായിരിക്കുന്നത്, പ്രിയനാവുന്നത്. ആത്മാവിന് വേണ്ടിയാണ്. കുറേ സിമിലീസാണ് കൊടുക്കുന്നത്. ഒന്ന്, ഭർത്താവിന് വേണ്ടിയല്ല ഭർത്താവ് പ്രിയനാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ഭാര്യയ്ക്ക് വേണ്ടിയല്ല ഭാര്യ പ്രിയയാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. മക്കൾക്കു വേണ്ടിയല്ല മക്കൾ പ്രിയപ്പെട്ടവരാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ധനത്തിനു വേണ്ടിയല്ല ധനം പ്രിയമാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ബ്രാഹ്മണന് വേണ്ടിയല്ല ബ്രാഹ്മണൻ പ്രിയപ്പെട്ടവനാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ക്ഷത്രിയന് വേണ്ടിയല്ല ക്ഷത്രിയൻ പ്രിയപ്പെട്ടവനാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ലോകങ്ങൾക്ക് വേണ്ടിയല്ല ലോകങ്ങൾ പ്രിയപ്പെട്ടവയാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ദേവന്മാർക്കു വേണ്ടിയല്ല ദേവന്മാർ പ്രിയപ്പെട്ടവരാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ഭൂതങ്ങൾക്കു വേണ്ടിയല്ല ഭൂതങ്ങൾ പ്രിയമുള്ളതാകുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. എല്ലാം തന്നെ അതതിനു വേണ്ടിയല്ല പ്രിയമാവുന്നത്, ആത്മാവിന് വേണ്ടിയാണ്. ആത്മാവാണ്, അതുമാത്രമാണ് എല്ലാവർക്കും പ്രിയമായിട്ടുള്ളത്. ഈ രഹസ്യം പറഞ്ഞു കൊടുത്തു. മൈത്രേയി സംശയിക്കുന്നു എന്ന് തോന്നിയപ്പോൾ സംശയിക്കേണ്ട മൈത്രേയി, ഈ പ്രിയതമമായ ആത്മാവിനെ അറിയണം. അപ്പോഴേ പ്രേമത്തിൻ്റെ രഹസ്യം നീ അറിയൂ. വിവാഹം ഇതിനുള്ള സാധനമാണ്. അതിനാണ് സപ്തപതിയൊക്കെ വെച്ചിരിക്കുന്നത്. ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവനി, തുര്യക. ഇത്രയും പദങ്ങളിലൂടെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന വരൻ്റെ പ്രതിജ്ഞയാണ് വിവാഹം. കേട്ടിട്ടില്ല? ആ വിവാഹത്തിൽ നേരത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഉദകപൂർവം, ലാജഹോമം എന്നൊക്കെ കുറേ പറഞ്ഞിരുന്നു. അതിനകത്ത് സപ്തപതി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. കേട്ടിട്ടില്ല? വരൻ വധുവിൻ്റെ വലത്തെ കാലിൽ പിടിച്ച് 7 ചുവടുകൾ വെപ്പിക്കും. അതൊരു പ്രതിജ്ഞയാണ്. നിന്നെ ഞാൻ ശുഭേച്ഛയിലൂടെ കൊണ്ടുപോകും. നീ എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ഇച്ഛകളെ ശുഭം ആക്കും. സുവിചാരണയിലൂടെ കൊണ്ടുപോകും. സത്വാപത്തിയിലൂടെ പോകും. അസംസകൃതിയിലൂടെ പോകും. അങ്ങനെ നീ പദാർത്ഥങ്ങളില്ലാത്ത ലോകത്തെത്തും. പദാർത്ഥ അഭാവനി. എന്നിട്ട് 7ാമത്തെ തലത്തിൽ നീ തുര്യകയിലെത്തും. അവിടെ നീ ആനന്ദിക്കും. അത് തരാനുള്ളതാണ് ഈ വിവാഹമെന്നാണ് പഴയ കണക്ക്. എന്തോ ചോദിച്ചോ? മൃഗതൃഷ്ണയൊന്നും മനുഷ്യന് തീരില്ല വിവാഹം കൊണ്ട്. അതിനാണെങ്കിൽ വിവാഹം നഷ്ടമാണ്.
ജൈവശാസ്ത്രപരമായി ലോകത്തിലെ ഏറ്റവും നഷ്ടക്കച്ചവടമാണ് മനുഷ്യന്റെ വിവാഹം. പറഞ്ഞാൽ മനസ്സിലായില്ല. വൈകാരികത ഭാര്യയ്ക്കുണ്ടാവുമ്പോൾ ഭർത്താവിനുണ്ടാവണമെന്നില്ല, ഭർത്താവിനുള്ളപ്പോൾ ഭാര്യയ്ക്കുണ്ടാവണമെന്നില്ല. വ്യവസ്ഥാപിത ജീവിതമായതുകൊണ്ട് ശാരീരിക തൃഷ്ണകളൊന്നും വിവാഹം കൊണ്ട് തൃപ്തമാവില്ല. അതുകൊണ്ട് മനുഷ്യന്റെ വിവാഹം അതിനു വേണ്ടിയുള്ളതല്ല. യോജിക്കാൻ പ്രയാസമാണെന്ന് തോന്നുന്നു ഇരിപ്പൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് വയസ്സ് നോക്കാതെ പ്രായമായവരും ചെറുപ്പക്കാരും ഒന്നിച്ച് ഒരുപാട് ദുഷ്പേരിൽ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. എല്ലാം കുടുംബമുള്ളവരും കൂട്ടായ്മയുള്ളവരും വീട്ടിൽ ഭാര്യയും പിള്ളേരും ഉള്ളവരുമാണ്. മക്കൾ പോലും ഉലക്കയ്ക്ക് അടിക്കുന്ന പരുവത്തിൽ ചിലപ്പോൾ പത്രത്തിൽ വാർത്ത വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ പറഞ്ഞാൽ എൻ്റെ സംസ്കാരം പോവും. മാത്രമല്ല ആശ്രമത്തിലെ ചാണകപ്പുര ഇവിടുന്ന് കുറേ കൂടുതൽ അകലെയാണ്. കൊണ്ടുവന്ന് കലക്കിയൊന്ന് കുടിച്ചാലേ പിന്നെ വാശുദ്ധമാവുള്ളൂ. മതിയാവും തോന്നുന്നു. അതാണ് അതിൻ്റെ വൈകല്യം. അതുകൊണ്ട് കുടുംബജീവിതം അതിൻ്റെ ഏറ്റവും സുതാര്യമായി കൊണ്ടുപോകണമെങ്കിൽ പ്രേമത്തെ അറിയണം. പ്രേമം ആത്മാവിനോടുള്ളത് മാത്രമാണ്. യാജ്ഞവൽക്യൻ ഇത് പറഞ്ഞു. എങ്ങനെ ആത്മാവിനെ അറിയും? മൈത്രേയി ചോദിച്ചു. അതെങ്ങനെയാ അറിയുക? ആദ്യം അതിപ്രകാരമെന്ന് അറിവുള്ളവരിൽ നിന്ന് കേൾക്കുക, പിന്നെ മനനം ചെയ്യുക. ശ്രോതവ്യ മന്ധവ്യ നിധിധ്യാസിതവ്യ എന്ന് വളരെ പറഞ്ഞു. പിന്നെ നിരന്തരം ധ്യാനിക്കുക. ആത്മാവിനെ അറിയാനല്ല, കാണാൻ തന്നെ കഴിയും എന്നാ യാജ്ഞവൽക്യൻ പറഞ്ഞത്. ആത്മാവ അരേ ദ്രഷ്ടവ്യ സോ അന്വേഷ്ടവ്യ. ആത്മാവ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ധവ്യോ നിധിധ്യാസിതവ്യോ മൈത്രേയി. ഈ ബ്രാഹ്മണം വളരെ ശ്രദ്ധേയമാണ്. ആത്മനോവ അരേ ദർശനേന ശ്രവണേന മത്യാവിജ്ഞാനേനേദം സർവം വിദിതം. ഇത് ഈ ബ്രാഹ്മണത്തിലെയാണ്. ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം തന്നെ അറിഞ്ഞതാവും. ആത്മാവാണ് പ്രിയതമേ എല്ലാം. ഈ യാജ്ഞവൽക്യ മൈത്രേയി സംവാദം ഈ ബ്രാഹ്മണത്തിലാണ് വരുന്നത്. ബ്രാഹ്മണനെ ആത്മാവായി അറിഞ്ഞാൽ ബ്രാഹ്മണനെ അറിയാത്തവനല്ല. ക്ഷത്രിയനെ ആത്മാവായി അറിഞ്ഞാൽ ക്ഷത്രിയനെ അറിഞ്ഞവനല്ല, എല്ലാം അറിഞ്ഞവനാണ്. ലോകങ്ങളെ ആത്മാവായി അറിഞ്ഞാൽ എല്ലാത്തിനെയും അറിയുകയായി. ഇതറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവൻ ലോകങ്ങളെ അറിഞ്ഞവനല്ല. അപ്പൊ ഏതിനെ അറിയണമെങ്കിലും ഭൂതങ്ങളെ ആത്മാവായി അറിയാത്തവൻ ആ ഭൂതങ്ങളെ അറിഞ്ഞവനല്ല. ഭൂതങ്ങളെ ആത്മാവായി അറിഞ്ഞവൻ എല്ലാം അറിയുന്നവനാകുന്നു. എല്ലാറ്റിനെയും ആത്മാവായി അറിയാത്തിടത്തോളം ആരും ഒന്നിനെയും അറിയുന്നില്ല. മൈത്രേയി, ഈ കാണുന്നതും കാണപ്പെടുന്നതുമായ എല്ലാം ആത്മാവാണ്. പെരുമ്പറയുടെ ശബ്ദം എങ്ങനെയാണ് നിയന്ത്രിക്കുക മൈത്രേയി? പെരുമ്പറയെയോ അതിൽ വീഴുന്ന അടിയെയോ പിടിച്ചടക്കിയാൽ ശബ്ദം നിയന്ത്രിക്കാം. ഉദാഹരണം മനസ്സിലായോ എന്നറിയില്ല. പെരുമ്പറയെ മാറ്റുക, അല്ലെങ്കിൽ അതിൽ അടിക്കാൻ പോകുന്ന അടിയിങ്ങി പിടിച്ചു മാറ്റുക, അപ്പോൾ ശബ്ദം നിയന്ത്രിക്കാം. വീണ, ശംഖ് ഇവയുടെ കാര്യത്തിലും അതുതന്നെ. അതുപോലെ ആത്മാവിനെ അറിയുന്നതിലൂടെ ആത്മാവിൽ നിന്ന് ഉയർകൊണ്ടതെല്ലാം അറിയുന്നു. അങ്ങനെയാണ് ആത്മാവിനെ അറിയുമ്പോൾ എല്ലാത്തിനെയും അറിയുന്നത്. നനഞ്ഞ വിറകിൽ കൂട്ടിയ തീ പലതരത്തിലും പല ഭാഗത്തേക്കും ധൂമങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് പോലെ ഈ ആത്മാവിൽ നിന്നാണ് എല്ലാം ഉയർന്നു പൊങ്ങിയത്. ആത്മാവിൻ്റെ നിശ്വാസങ്ങളാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവ അങ്കിരസം, ഇതിഹാസം,
പുരാണം, വിദ്യകൾ, ഉപനിഷത്തുകൾ, ശ്ലോകങ്ങൾ, സൂത്രങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അനുവ്യാഖ്യാനങ്ങളെല്ലാം. ഇതാശ്ചര്യം തന്നെ മൈത്രേയി. എല്ലാ ജലങ്ങളും സമുദ്രത്തിൽ ചെന്നു ചേരുന്നു, എല്ലാ സ്പർശങ്ങളും ത്വഗിന്ദ്രിയത്തിൽ, എല്ലാ ഗന്ധങ്ങളും മൂക്കിൽ, എല്ലാ രസങ്ങളും നാവിൽ, എല്ലാ രൂപങ്ങളും കണ്ണിൽ, എല്ലാ ശബ്ദങ്ങളും ശ്രോത്രേന്ദ്രിയത്തിൽ, എല്ലാ സങ്കല്പങ്ങളും മനസ്സിൽ, എല്ലാ വിദ്യകളും ഹൃദയത്തിൽ, എല്ലാ കർമ്മങ്ങളും കൈയിൽ, എല്ലാ ആനന്ദവും ഉപസ്ഥത്തിൽ, എല്ലാ വിസർഗങ്ങളും വായിൽ, എല്ലാ നടത്തങ്ങളും കാലുകളിൽ, എല്ലാ വേദങ്ങളും വാക്കിൽ, എല്ലാറ്റിൻ്റെയും ആശ്രയസ്ഥാനം ഒന്നാണ്, ആത്മാവാണ് മൈത്രേയി. അപ്പോൾ ഇതാ ഈ കാണുന്ന വിചിത്ര ലോകം എല്ലാം ആത്മാവാണെന്നാണോ അങ്ങ് പറയുന്നത്? ഉപ്പുകട്ട വെള്ളത്തിൽ ലയിച്ചാൽ ഏതു ഭാഗത്തും ഉപ്പുണ്ടാവും. നമ്മൾ ഇന്നലെ കണ്ടതാ ഉദാഹരണം. ഉപ്പിന് വേറിട്ട അസ്തിത്വമില്ല. അതുപോലെ ആത്മാവാണ് ഈ വിചിത്ര ലോകമാകെ. അനന്തവും അപാരവുമായ വിജ്ഞാനഘനമാണ് ആത്മാവ്. ജഗത്തും ആത്മാവും ഭിന്നമല്ല. ആത്മലോകങ്ങളുടെ ഐക്യം അറിയുന്നതോടെ വ്യക്തിത്വം ഇല്ലാതാകുന്നു. എവിടെ രണ്ടുണ്ടോ അവിടെ മറ്റൊന്നിനെ കാണുന്നു, ആ മറ്റൊന്നിനെ മണക്കുന്നു, കേൾക്കുന്നു, പറയുന്നു, വിചാരിക്കുന്നു, അറിയുന്നു. എന്നാൽ കേവലം എല്ലാം ആത്മാവാണെങ്കിൽ എങ്ങനെ കാണും? ആരോട് പറയും? എന്തു വിചാരിക്കും? ഏതുകൊണ്ടറിയുമോ? അതെങ്ങനെ അറിയും? മൈത്രേയി സംതൃപ്തയായി. ഇതാണ് ആ ബ്രാഹ്മണം. ഭഗവാൻ പ്രേമത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പാരമ്യത്തിലെത്തിയതുപോലുള്ളൊരു അനുഭവമുണ്ടാകുന്നു ഈ തണുത്ത അഗ്നിയിൽ. ആ പദം വളരെ ഗംഭീരമാണ്. ഈ തണുത്ത അഗ്നിയിൽ എൻ്റെ വ്യക്തിത്വം ചാമ്പലായതുപോലെ. അഗ്നിക്ക് ചൂടില്ല. ജ്ഞാനത്തിൻ്റെ അഗ്നി വളരെ തണുത്തതാണ്. അത് ആ തണുത്ത അഗ്നി എന്നുള്ള പ്രയോഗവും മറ്റും ന്യൂനോക്തിയുടെ വൈചിത്ര്യമുള്ളതാണ്. ന്യൂനോക്തി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ജെയിൻ ഓസ്റ്റിൻ്റെ നോവലൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. മൂർഖം പാമ്പ് കടിച്ചാൽ ഒരു രസവും ഇല്ലെന്ന് പറയുന്നത്. ആ രീതിയിൽ പ്രയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അറിവ്, അതിശയോക്തികൾ പ്രയോഗിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. വളരെ ഗംഭീരമായിട്ടാണ് പറയുന്നത്. ഈ തണുത്ത അഗ്നിയിൽ എൻ്റെ വ്യക്തിത്വം ചാമ്പലാവുന്നു. ഒടുവിൽ ഞാൻ വിജ്ഞാനം മാത്രം. ഇതാണ് ശ്രദ്ധേയമായ ബ്രാഹ്മണം. 5 മധുബ്രാഹ്മണം. അരങ്ങൾ രഥനാഭിയിലെന്ന പോലെ എല്ലാം എല്ലാറ്റിനും അധിപതിയും രാജാവുമായ പരമാത്മാവിനോട് ചേർന്നിരിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവ് തന്നെ. മായ കൊണ്ട് പലതായി തോന്നുന്നു. ഇത് ശങ്കരൻ്റെതല്ല ഈ പദം, ഇത് ഉപനിഷത്തിൻ്റെതാണ്. പലരും ധരിക്കുന്ന പോലെ ശങ്കരൻ എവിടുന്നോ കൊണ്ടുവന്ന് ഒപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭർതൃഹരിയുടെ വിവർത്തവാദം വെച്ച് ഭർതൃഹരിയാണെന്ന് പറയുന്നവരുമുണ്ട്. ഇത് ഔപനിഷദികം തന്നെയാണ്. ഇത് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. ഈ മധുവിദ്യ, ഈ മധുബ്രാഹ്മണം മധുവിദ്യയുടേതാണ്. ദധ്യക് എന്ന് പറയുന്ന ആൾ അശ്വമുഖം വഴി അശ്വിനി ദേവന്മാർക്ക് ഉപദേശിച്ചതാണ്. ഇത് കഴിഞ്ഞാൽ 6ാം ബ്രാഹ്മണം പാരമ്പര്യത്തെ പറയുന്നതാണ്. ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയുടെ വിവരണമാണ്. വംശ പരമ്പര. അതിൽ ശതപഥ ബ്രാഹ്മണത്തിലെ ആദ്യത്തെ 4 അധ്യായങ്ങളിലെ ആചാര്യ പരമ്പരയെയാണ് ഇവിടെ പറയുന്നത്. പരമേഷ്ഠി, വിരാട്, ബ്രഹ്മം, ഹിരണ്യഗർഭൻ. അതിനപ്പുറം ആചാര്യന്മാരില്ല. അവിടെ മുതൽ ഇങ്ങോട്ട് ആചാര്യ പാരമ്പര്യത്തെ എണ്ണി പറയുന്നതാണ്. ആചാര്യന്മാരുടെ ഒരു വലിയ ലോകം തന്നെ പറയുന്നുണ്ട് കൃത്യമായി. അപ്പോൾ അന്ന് മനുഷ്യരുണ്ടായിരുന്നോ, അന്ന് പഠിപ്പിക്കലുണ്ടായിരുന്നോ, അന്ന് വിദ്യയുണ്ടായിരുന്നോ, ഇതൊക്കെ മധു കാണ്ഡം കഴിഞ്ഞു വരുന്ന പാരമ്പര്യത്തെ പ്രതിഷ്ഠിതമാക്കുന്ന അധ്യായത്തിൽ നിന്ന്, ബ്രാഹ്മണത്തിൽ നിന്ന് പഠിക്കുക. ഇനിയുള്ളത് മുനികാണ്ഡമാണ്. ഈ കാണ്ഡത്തിന് വേറൊരു പേരുണ്ട്, യാജ്ഞവൽക്യ കാണ്ഡം.
അത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടം മുതൽ യാജ്ഞവൽക്യൻ പൂർണ്ണപ്രജ്ഞനായി രംഗത്തുണ്ട്. നേരത്തെ കാണ്ഡത്തിൽ ഒരധ്യായത്തിൽ യാജ്ഞവൽക്യൻ്റെ മുഖം നാം കണ്ടു. ഇവിടം മുതൽ യാജ്ഞവൽക്യൻ ബൃഹദാരണ്യകം പൂർണ്ണമായി ഈ അധ്യായം മുതൽ യാജ്ഞവൽക്യനെ മുൻനിർത്തിയാണ് പോകുന്നത്. ജനകരാജധാനിയും യാജ്ഞവൽക്യനും ബൃഹദാരണ്യകത്തിലെ സംഭവബഹുലങ്ങളായ ചിത്രമാണ്. ജനകൻ എന്നുള്ളതൊരു പൊതുപ്പേരായിരിക്കും. അതുകൊണ്ട് യാജ്ഞവൽക്യ കാണ്ഡത്തിൽ കാണുന്ന ജനകനും മഹാഭാരതത്തിൽ കാണുന്ന ജനകനും ഒരാളാണെന്ന് ധരിക്കണ്ട. ആ പരമ്പരയിലെ ഒരു ജനകനെന്ന് ധരിച്ചാൽ മതി. മനസ്സിലായില്ല? കാരണം യാജ്ഞവൽക്യ കാണ്ഡത്തിൽ ജനകൻ നിറഞ്ഞു നിൽപ്പുണ്ട്. അഷ്ടാവക്ര ഗീതയിൽ ജനകൻ നിറഞ്ഞു നിൽപ്പുണ്ട്. അഷ്ടാവക്രനും ജനകനുമായി സംഭാഷണമുണ്ട്. അഷ്ടാവക്രൻ അവസാനം അച്ഛനെ വന്തിയിൽ നിന്ന് ബന്ധനമുക്തനായി കൊണ്ടുവന്ന അച്ഛൻ അഷ്ടാവക്രനെ കൊണ്ടുപോയി കൊച്ചുകുട്ടിയായ അഷ്ടാവക്രൻ ജനകരാജധാനിയിൽ തകർത്തടിച്ച് ജയിച്ച് സമങ്കയിൽ പോയി കുളിച്ച് ശരീരം സമമായി തീരുന്നുണ്ട്. അത് മറ്റൊരു ജനകനായിരിക്കണം. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ജനകൻ അതിനു മുമ്പുള്ള ഒരു ജനകനായിരിക്കണം. അതുകൊണ്ട് ജനകന്മാരുടെ ഒരു പരമ്പര തന്നെ ഉണ്ടെന്ന് പറയാം. രാമായണത്തിൽ രാമൻ്റെ പത്നിയായിരുന്ന സീത മറ്റൊരു ജനകൻ്റെ പുത്രിയായിരിക്കണം. മനസ്സിലായില്ല? ഇതൊക്കെ തമ്മിൽ കാലം കൂട്ടിക്കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പണ്ഡിതന്മാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ, അതുപോലെ തന്നെ ജനകൻ, അതുപോലെ തന്നെ അങ്ങനെ വരുന്ന പേരുകൾ ഒരു സമൂഹനാമമാണ്. വ്യാസൻ ഒക്കെ സമൂഹനാമമാണ്. അത് ഓരോ യുഗത്തിനും അതുപോലുള്ളതിനുമൊക്കെ വേറെ വേറെ പേരുകളുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് വേണം ഓർക്കാൻ. ഏതായാലും ബൃഹദാരണ്യകത്തിൽ ജനകരാജധാനി വളരെ ശ്രദ്ധേയമാണ്. ബൃഹദാരണ്യകം ഏറ്റവും കൂടുതൽ ചിത്രം നമുക്ക് തരുന്നത് ജനകരാജധാനിയിൽ നിന്നാണ്. 3-ാം അധ്യായം ബ്രാഹ്മണങ്ങൾ ഞാനവിടെ ഓരോന്നോരോന്നായി എടുക്കുന്നില്ല, കാരണം തുടർച്ചയായതുകൊണ്ട്.